ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മുടെ അക്വേറിയത്തിലെ നമ്മുടെ ജയന്റ് ഗൗരാനെ മാറ്റിയപ്പം നമ്മൾ പറഞ്ഞായിരുന്നു വേറൊരു ഫിഷിനെ മേടിക്കുമെന്ന്. നമ്മുടെ പിള്ളേരോടെല്ലാം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അരപ്പൈമേ മേടിക്കണമെന്ന്. നമ്മൾ കുറേ സ്ഥലത്തൊക്കെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു അരപ്പൈമേനെ മേടിക്കുന്നുണ്ടെങ്കിൽ അതിനെ വളർത്താൻ നാച്ചുറൽ പോണ്ട് കുറഞ്ഞത് വേണം, അല്ലാതെ വെറുതെ മേടിച്ച് പൈസ കളയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം പിള്ളേർക്ക് വിഷമമായിരിക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ നാട്ടിലെ ഒരു അരപ്പൈമേനെ അങ്ങ് പിടിച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് നമ്മുടെ അക്വേറിയത്തിലൂടെ അങ്ങ് ഇറക്കി വിടാം കേട്ടോ. അതിന് മുമ്പ് നമ്മുടെ അക്വേറിയം നമ്മൾ നല്ല അടിപൊളി കല്ലൊക്കെ വെച്ച് നല്ല പ്ലാന്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിലെ അരപ്പൈമേനെ പിടിച്ച് പയ്യെ നമ്മൾ ടാങ്കിലോട്ടിടാം. അപ്പം നമ്മുടെ നാടൻ അരപ്പൈമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുവിരലാട്ടോ. നമുക്ക് പിള്ളേരെ ഇത് കൊടുത്ത് കാലം പറ്റിക്കാം. പിള്ളേരെ അറിഞ്ഞിട്ടില്ല, അവരോർത്തേക്കുന്നത് ഞാൻ ഇന്ന് അരപ്പൈമേനെ മേടിച്ചോണ്ട് ചെല്ലുമെന്ന് ഓർത്തിരിക്കുകയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ചെറുവരാലിനെ പയ്യെ നമ്മുടെ അക്വേറിയത്തിലങ്ങ് ഇറക്കി വിടാം കേട്ടോ. അപ്പം നമ്മുടെ നാടൻ അരപ്പൈമ അക്വേറിയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പുള്ളി കഴിഞ്ഞ ദിവസം നമ്മൾ റോട്ടിൽ നിന്ന് പിടിച്ചാൽ കേട്ടോ. അതിട്ട പുള്ളിക്ക് എന്നാ ഒരു ബൈക്കിലേക്ക് അതിൻ്റെ കൂടെ ഒരു നാടൻ വരാലും ഉണ്ട്, നമ്മുടെ ഒരു ആരോനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ അതിനകത്ത് ഇറക്കി വിട്ടായിരുന്നു. നമ്മുടെ വരാലിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ തോട്ടിൽ നിന്ന് വേറെ കുറച്ച് മീനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് കുഞ്ഞുമീനെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഈ വരാൽ ഒക്കെ പോലെയുള്ള മീനുകൾ ജീവനുള്ളതിനെ മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പം അതിനുവേണ്ടി നമ്മൾ കുറേ കുഞ്ഞുമീനെയും പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മീനെ എല്ലായിടത്തും നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വരാലിന് തിന്നാനുള്ള തീറ്റ കുറച്ച് ചെറിയ മീനെ പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ വരാൽ രണ്ടും അവിടെ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ ആരോനും ആ സൈഡിൽ കിടപ്പുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ പിള്ളേരെ വിളിച്ച് കാണിക്കാം. അരപ്പൈമയെ മേടിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞിരിക്കുക പിള്ളേർ. നമുക്ക് നമ്മുടെ പിള്ളേരെ വിളിക്കാം. കുട്ടാപ്പേ വാ, നമ്മൾ അരപ്പൈമേനെ മേടിച്ചിട്ടുണ്ട്. എല്ലാവരും ഓടി വാ. ഇനി അരപ്പൈമ മേടിച്ചെന്നില്ലെന്ന് പറഞ്ഞു. നോക്കി നമ്മളെ നാടൻ അരപ്പൈമ നോക്ക്. നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടോ അവിടെ ആ സൈഡിൽ കിടക്കുന്നതുകൊണ്ടോ. സൂക്ഷിച്ച് നോക്കിയേ, അരപ്പൈമ കിടക്കുന്നുണ്ടോ? രണ്ടെണ്ണം കിടക്കുന്നുണ്ട്. ഉണ്ട് നമ്മൾ അരപ്പൈമേനെ ഇഷ്ടപ്പെട്ടോ? കൊച്ചു എങ്ങനെയുണ്ടോ കൊച്ചു? അതല്ലോ, ഇതാണ് അരപ്പൈമ. എടാ, ഇത് നമ്മുടെ ചേറ് വരാലാ.
എടാ സങ്കടപ്പെടണ്ട. ഞാൻ സത്യം പറഞ്ഞ അരപ്പയ്മ മേടിക്കാൻ പോയതാ. ഒരിടത്തും അരപ്പയ്മയുടെ കുഞ്ഞില്ല. അവരടുത്ത ദിവസം എടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് മീൻ ഇടാന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ എടുത്തിട്ടാ. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പിടിച്ച് നിങ്ങളെ കാണിക്കാൻ വെച്ചിരുന്നു ഇതിനിടാൻ വേണ്ടി. നമുക്ക് അടുത്ത മേടിക്കാട്ടോ. സങ്കടപ്പെടണ്ട. അരപ്പയ്മ മേടിച്ചിരിക്കും. എന്നാൽ പോക്കോ, നമുക്ക് പോയി കളിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നാടൻ അരപ്പയ്മ നമ്മൾ അക്കോർത്തി ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അക്കോറി നമ്മുടെ തോട്ടിൽ നിന്ന് കല്ലും പായലും എല്ലാം കൂടെ വാരി പ്ലാന്റും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ അവിടെ കിടപ്പുണ്ട്. ഇവനെ നമ്മൾ ഇതിനകത്തിട്ട് വളർത്തു കേട്ടോ. അരപ്പയ്മയുടെ കുഞ്ഞിനെ കിട്ടുമ്പോൾ നമ്മൾ അതിനെ മേടിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ നമ്മുടെ പുറകെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്ന കേട്ടോ. അപ്പം വീണ്ടും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പം വീണ്ടും അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.